നമുക്ക് കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഈവനിങ് ആയാലോ. കംപ്ലീറ്റ്ലി ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ഡേ ഒന്നും അല്ലായിരുന്നു കേട്ടോ. അങ്ങനെ പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു ഡേ അല്ലെങ്കിൽ ഒരു ഈവനിങ് അത് പ്രൊഡക്റ്റീവ് ആക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഞാൻ കഞ്ഞി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കഞ്ഞിവെള്ളം ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചു കേട്ടോ. കഞ്ഞിവെള്ളം എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത സാധനമാണ്. പക്ഷേ ഈ സ്മൂത്തിയൊക്കെ അടിച്ച് കുടിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ കഞ്ഞിവെള്ളം കുടിക്കുന്നതാണ്. കാരണം എനിക്ക് സ്മൂത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങത്തില്ല. ഇനി നാളെ മോർണിംഗിലോട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പ്രിപ്പറേഷൻ ആവാം. ഇഡ്ഡലിക്ക് മാവ് കുഴച്ച് വെക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സാറാസിൻ്റെ മറ്റൊരു ഇഡ്ഡലിയുടെ ഒരു പൗഡർ കിട്ടുമായിരുന്നു, അത് മേടിച്ചു. അതിനകത്തോട്ട് കുറച്ച് ചോറും കൂടി അരച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അതുപോലെ വേറൊരു സത്യം ഞാൻ പറയട്ടെ, പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം പോയിട്ട് പോലും ഈ മാവ് പൊന്തിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇവിടെ ഫ്ലോപ്പായി പോയായിരുന്നു. വെള്ളം ഒഴിച്ചപ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലെൻഡർ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇവിടെ നിന്ന് മേടിച്ചതാണ്, ലിഡിലിൽ നിന്ന് മേടിച്ച ഒരു ബ്ലെൻഡറായിരുന്നു. നല്ല ബ്ലെൻഡറാണ് കേട്ടോ. അത് തന്നെയല്ല, നമുക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേറൊരു ചോപ്പറും കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഇത് വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള എല്ലാം കട്ടകളും ഒക്കെ അങ്ങോട്ട് ഇതായിട്ട് നന്നായിട്ട് മാവ് മിക്സായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ചോറ് അരച്ചതോടെ ഇട്ട് മിക്സ് ചെയ്തപ്പോൾ നമ്മുടെ മാവ് ഇവിടെ സെറ്റായി. ഇതിൻ്റെ ചോപ്പർ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്ഥിരമായിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ബ്ലെൻഡർ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. എനിക്കിഷ്ടമായി കേട്ടോ, നല്ല ഈസിയാണ്, വാഷ് ചെയ്യാനൊക്കെ ഈസിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ആ ഒരു മോഡും, ഇതിന് 2 മോഡുണ്ട്. അതിനകത്ത് ഏതിൽ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ എന്നിട്ട് ഇവിടെ കുറച്ച് തണുപ്പാണ്, പിന്നെ റൂമിൽ AC ഇടുന്നതും കൊണ്ട് തണുപ്പ് പിടിച്ചാലോ, അതുകൊണ്ട് തണുപ്പധികം ഒരു വാമായിട്ടുള്ള ഏരിയയിലോട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഓവൻ്റെ ഉള്ളിൽ വെച്ച്. എന്നിട്ടും അത് പൊളിച്ചിട്ടില്ല. ഇനി നമുക്കൊരു 2-3 മണിക്കൂർ കൂടി കഴിഞ്ഞിട്ട് നോക്കാം. ഏകദേശം ഒരു 10 മണിക്കൂർ ആയിട്ടുള്ളൂ ഇപ്പം ഞാനിത് അരച്ച് വെച്ചിട്ട്. ഇനിയിപ്പോൾ ഒരു 12 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും സെറ്റാവും. ഇനിയിപ്പോൾ നമുക്കൊരു കുളി ഒന്ന് പാസ്സാക്കിയേക്കാം. ഡെയിലി ഒന്ന് ഫ്രഷപ്പ് ആവാൻ കുളിക്കുമെങ്കിലും എണ്ണ തേച്ചുള്ള കുളി ആഴ്ചയിൽ 1-2 തവണ ഉണ്ടാവും കേട്ടോ. കാരണം എൻ്റെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്ന ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നാൽപ്പരാമരാതി തൈലവും പിന്നെ അതുപോലെ തന്നെ മഞ്ജുഷ്ടാദി തൈലവും കൂടി യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെയറിൽ ഞാൻ മാമ്പൂ തൈലവും പിന്നെ ഒരു ഹെയർ ഓയിൽ, നോർമൽ ഹെയർ ഓയിൽ. ഇന്ന ഹെയർ ഓയിലോ അല്ലെങ്കിൽ ഇന്ന കാച്ചിയ എണ്ണ അങ്ങനെയൊന്നുമില്ല. എനിക്കൊരു കാച്ചിയ എണ്ണ വേണം, അത്രേ ഉള്ളൂ. ഇതൊക്കെ തേച്ചിട്ട് മുടി വളരുന്നുണ്ടോ, മുഖത്ത് കളർ വെക്കുന്നുണ്ടോ എന്നൊന്നും ചോദിക്കണ്ട. ഈ മഞ്ജുഷ്ടാദിയുടെ തൈലവും ഓയിലും ഒക്കെ നമ്മുടെ മുഖത്ത് ടാനിങ് റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ വെയിലിൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാനിത് തേച്ച് ഒന്ന് കുളിച്ച് പുറത്തോട്ട് ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിട്ട് ടാൻ അടിച്ചിട്ടായിരിക്കും തിരിച്ച് വരിക. അത് കഴിഞ്ഞിട്ട് ഇനി ഫേസിലൊന്ന് അപ്ലൈ ചെയ്തു, ഹെയറൊക്കെ ഒന്ന് ജസ്റ്റ് ഒരുപാട് എണ്ണ വാരി പൊത്തുമല്ല, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മാത്രമാണ് കേട്ടോ ഞാൻ ചെയ്യുള്ളൂ. നമുക്ക് വേണ്ടിയിട്ട് സ്കിൻ കെയർ ചെയ്യും വേണ്ടല്ലോ, നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കും പോലെയാണ് കേട്ടോ. ഒരു ദിവസം എണ്ണയൊക്കെ തേച്ച് കുളിക്കുക, ഒരു ദിവസം മാസ്ക് ഒക്കെ ഇട്ടിരിക്കുക, സ്കിൻ കെയർ ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, ഇതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. ഈ ഇടയ്ക്കായിട്ട് ഇതിനൊന്നും എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ വീണ്ടും കുറച്ചും കൂടി എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ വേണ്ടിയിട്ട് തുടങ്ങിയത് കേട്ടോ. കുറച്ചധികം ബൊക്കേസും ചോക്ലേറ്റ് ബൊക്കേസും ഒക്കെ ഉണ്ടാക്കാനുണ്ട്. പക്ഷേ കുറച്ച് എളുപ്പമുള്ള 2 ബൊക്കെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഒരു 3 റോസാപ്പൂവിൻ്റെ ഒരു ബൊക്കയും പിന്നെ അതുപോലെ തന്നെ ഒരു ലില്ലിപ്പൂ പോലെ ഇരിക്കുന്ന എന്തോ ഒരു പൂവാണ്, അതിന് എന്ത് പൂവാന്ന് എനിക്കറിഞ്ഞില്ല, അതിൻ്റെ ഒരു ബൊക്കയും കൂടി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് 2 സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. എൻ്റെ സമയം ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ സ്പെൻഡ് ചെയ്യുന്നത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിൽ അധികം സ്പെൻഡ് ചെയ്യാറില്ല. പക്ഷേ ഇൻസ്റ്റഗ്രാമിലാണ് കേട്ടോ കൂടുതലും സമയം സ്ക്രോൾ ചെയ്ത് പോകുന്നത്. അതെനിക്ക് കുറയ്ക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി എന്തെങ്കിലും ചെയ്യാനുണ്ടാവും. അപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വരും എന്നൊരു പ്രതീക്ഷ എന്നിലുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ടുണ്ടായിരുന്ന എൻ്റെ ഒരു സ്ലീപ്പിംഗ് പാറ്റേണും ഇപ്പോൾ ഉണ്ടായിരുന്ന ഒരു സ്ലീപ്പിംഗ് പാറ്റേണും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഭയങ്കര മടിച്ചായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഒന്ന് ചേഞ്ച് ആക്കണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ഒറ്റയടിക്ക് ഇന്നെനിക്ക് നാളെ എണീക്കാൻ പറ്റും എന്ന് പറഞ്ഞ് എനിക്ക് ചേഞ്ച് ആവില്ല. അതിന് കുറച്ച് സമയമെടുക്കും. നമ്മൾ മെൻ്റലി പ്രിപ്പയർ ആവണം. ആ ഒരു സമയം എടുത്ത് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആയി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ട് കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ഒന്ന് നേരത്തെ എണീക്കണം, കുറച്ച് പ്രൊഡക്റ്റീവ് ആവണം, പഴയതുപോലെ കുറച്ചുകൂടി ഒന്ന് പ്രൊഡക്റ്റീവായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഒരു ഡേ ഭയങ്കര ബിസി ആക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ലൈഫ് നമ്മൾ കുറച്ചും കൂടി ബിസി ആക്കുന്തോറും ഉണ്ടല്ലോ നമുക്ക് കൂടുതലും സ്ട്രെസ്സ് കുറയുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടും ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെ പിരിവിരൂന്ന് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നിട്ട് എനിക്കധികം സ്ട്രെസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ എന്തോ ചെയ്യാതെ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്ത് സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ആവശ്യമില്ലാത്തയൊക്കെ സ്ട്രെസ്സും ഇമോഷണലി എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ തന്നെയാണ് ബിസി ആയിട്ടിരിക്കുക എന്നുള്ളത്. ഓയിലൊക്കെ തേച്ച് ഒരു ചൂടുവെള്ളത്തിൽ ഇളം ചൂടുവെള്ളത്തിൽ ഒരു കുളിയും കൂടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുഖമായിരിക്കും. അന്നത്തെ ദിവസം കിടന്നുറങ്ങാനേ നല്ല സുഖമായിരിക്കും കേട്ടോ.
കുളി കഴിഞ്ഞ് വന്നപ്പോഴാണ് പാത്രം കഴുകാനുണ്ടല്ലോ, പാത്രം കുറച്ച് അടക്കി വെക്കാനുണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് ഞാൻ കണ്ടത്. എൻ്റെ കണ്ണിൽ പെട്ടതുകൊണ്ട് ഞാൻ അപ്പം തന്നെ അത് കഴുകി വെക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. കഴുകി വെച്ച പാത്രങ്ങൾ, കുറച്ച് പാത്രങ്ങൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാത്രങ്ങളെല്ലാം ഞാൻ മൂടി കയറ്റി. ബാക്കിയുള്ളതെല്ലാം ഞാൻ കുറച്ച് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി റൂമാണ് കേട്ടോ, ഒരാൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു കുഞ്ഞു സ്റ്റുഡിയോ റൂമാണ്. അതുകൊണ്ടാണ് ഈ ഓവൻ്റെ മുകളിൽ അതുപോലെ മൈക്രോവേവ് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. നമുക്ക് സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ അതിങ്ങനെ നിർത്തി വെക്കായിരുന്നു. പക്ഷേ ഇതിനുള്ള സ്പേസ് ഒന്നുമില്ല. ഇതൊരു കുട്ടി സ്റ്റുഡിയോ റൂം, ഒരാൾക്ക് തികച്ച് നിൽക്കാനുള്ള സ്പേസ് ഇതിനകത്തുള്ളൂ. നെക്സ്റ്റ് ഡേ ഈ സാധനങ്ങളെല്ലാം എനിക്ക് കുറച്ചും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം, കുറച്ച് സാധനങ്ങൾ ടെമോന്നൊക്കെ ഓർഡർ ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അറിഞ്ഞൂടാ അതൊക്കെ നടക്കുമോ എന്നുള്ളത്. പക്ഷേ അടുത്ത ദിവസം എന്തായാലും ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. എന്തായാലും സാധനങ്ങൾ മേടിച്ച് സെറ്റ് ചെയ്തില്ലെങ്കിലും നമ്മളിവിടെ ഇപ്പോൾ സ്ഥിരതാമസമാക്കാൻ പോകുന്നതല്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. മനസ്സിലാണെങ്കിൽ നമ്മളിവിടെയല്ലല്ലോ ഇനി സ്ഥിരമായിട്ട് നിൽക്കുന്നേ എന്നൊക്കെയായിരിക്കും ചിന്തിക്കുക. പിന്നെ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വൈറ്റിഷ് ഗ്രേഷ് ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കറിയായിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നാളെ ഈവനിങ്ങിൽ കുറച്ച് സുഖേന ഉണ്ടാക്കാമെന്ന് വിചാരിക്കുവാണ് കേട്ടോ. ഈയിടെയായിട്ട് 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് ഞാൻ എന്തൊക്കെയോ പലഹാരങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ പലഹാരം ഉണ്ടാക്കാനാണ് കൂടുതൽ ഇഷ്ടം. അതായത് ഈ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊതുവേ എനിക്ക് ടേസ്റ്റ് കിട്ടാറില്ല. അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് വലിയ ടേസ്റ്റ് ഉണ്ടെന്നല്ല, പക്ഷേ എന്നാലും എന്തൊക്കെയോ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഫീൽ കിട്ടുമല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ഇങ്ങനെ നുറുക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള പയർ നമ്മളെടുത്തൊരു കണ്ടെയ്നറിൽ എടുത്തു വെച്ചു. കാരണം ആ ഒരു ഇത് പൊട്ടി പോകുന്നുണ്ടായിരുന്നു കേട്ടോ കവറ്. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉലത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് നട്ട്സ് വെള്ളത്തിലിട്ടും വെച്ചു, അല്ലാതെ എടുത്ത് മാറ്റിയും വെച്ചു കേട്ടോ. രാവിലെ എനിക്ക് എണീറ്റ് പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി മടി കൂടുതലായിരിക്കും. അതുകൊണ്ട് ഇത് ഇപ്പോഴേ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ രാവിലെ ഞാൻ കൊണ്ടുപോകത്തില്ല, അതായിരിക്കും. അപ്പോൾ കുറച്ച് നട്ട്സ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുറച്ച് നട്ട്സ് എടുത്തിട്ട് മാറ്റിയും വെച്ചു കേട്ടോ. നാളെ രാവിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വർക്കിന് പോകുമ്പോൾ എനിക്ക് സ്മൂത്തി അടിച്ച് കുടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ഇതൊക്കെ കഴിച്ചിട്ട് വണ്ണം വെക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ വണ്ണം വെക്കുന്നൊന്നുമില്ല. ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നു എന്നല്ലാതെ വണ്ണം വെക്കുന്നില്ല. പിന്നെ ഞാൻ ഉറങ്ങാതിരുന്നാലും എൻ്റെ ഉറക്കം പോയിട്ടുണ്ടെങ്കിലും എൻ്റെ മുഖത്ത് പെട്ടെന്ന് ക്ഷീണം വരും, മുഖം പെട്ടെന്ന് ഡള്ളാവും, മുഖത്തായിരിക്കും എൻ്റെ ശരിക്കും എഫക്റ്റ് ചെയ്യുക. എൻ്റെ വെയിറ്റിനെ ചിലപ്പോൾ അത് ബാധിച്ചു എന്ന് വരത്തില്ല. എല്ലാവരുടെ ബോഡി ടൈപ്പും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. നമ്മുടെ ഈ വെണ്ടയ്ക്ക ഉലത്തിയത് ഇവിടെ ശരിയായിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് ഫ്രീ ആണോ എന്ന് വിചാരിച്ചു കേട്ടോ. ഒരുവിധം എല്ലാ ഇയറിലും ഞാൻ പ്ലാനർ എഴുതാൻ തുടങ്ങിയതാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 2-3 വർഷമായി ഞാൻ പ്ലാനർ എഴുതാൻ തുടങ്ങിയിട്ട്. ഈ ഇയർ ഞാൻ എഴുതിയിട്ടേ ഇല്ല. ഞാനൊരു പ്ലാനർ പോലും ഈ വർഷം ഞാൻ മേടിച്ചിട്ടില്ല കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്ക് പ്ലാനർ ഉണ്ടായിരുന്നു. ആ പ്ലാനർ അനുസരിച്ചായിരുന്നു ഓരോ ഡേയും അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യും, എന്തൊക്കെ ചെയ്യും, എത്രമാത്രം എനിക്ക് എത്ര ടാർഗറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളതെല്ലാം ഞാൻ കംപ്ലീറ്റ്ലി അതിനകത്തിടും. എൻ്റെ ബക്കറ്റ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാനർ ചെയ്യാറുണ്ട്, പ്ലാനറിൽ എഴുതി ഇതാക്കാറുണ്ട്. പക്ഷേ ഈ വർഷം എനിക്കത്ര എന്താ പറയുക, ഞാൻ ചിലപ്പോൾ ആ ഒരു തുടക്കത്തിലുള്ള സമയം ഞാൻ ഒട്ടും ഒക്കെ അല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് പ്ലാനർ മേടിക്കാനോ അല്ലെങ്കിൽ പ്ലാനർ എഴുതാനോ അല്ലെങ്കിൽ ഒന്ന് പ്രൊഡക്റ്റീവ് ആവാനോ എനിക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. എനിക്കിവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളത് എൻ്റെ മുടി കൊഴിയുവാണല്ലോ എന്ന് ഓർത്തിട്ടാണ്. അങ്ങനെ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എൻ്റെ ഒരു ഈവനിങ് കംപ്ലീറ്റ്ലി എന്നെ കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ ഞാൻ ചെയ്ത് ഒന്ന് ഇതാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല